നമസ്കാരം നന്മകളെ, എല്ലാവർക്കും ഇന്നത്തെ വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ പുതിയ ബെൻസ് കൂപ്പയാണ്. കൂപ്പ 63 കൊള്ളാല്ലേ. മരമൊക്കെ ഇതാ ഇടിഞ്ഞു വീഴുന്നു. ഇവിടെ എന്താണ് സംഭവിച്ചത്? നമ്മൾ വണ്ടി എടുക്കാൻ പോയപ്പോൾ തന്നെ ഒരു മരം ഇടിഞ്ഞു വീണിട്ടുണ്ട് ഇങ്ങോട്ട്. എന്തായാലും വൈകുന്നേരമായി ഓൾറെഡി. നമ്മുടെ രാജമാണിക്കം ഫിലിമിലൊക്കെ നമ്മുടെ മമ്മൂട്ടി സാർ ഉപയോഗിക്കുന്ന നല്ല അടിപൊളി നല്ല ബെൻസ്, നല്ല കുഴപ്പം പാട്ടുകളൊക്കെ ഇട്ട് നമുക്ക് അങ്ങനെ ഒരു റൈഡ് പോയാലോ. മരമൊക്കെ കിടപ്പുണ്ട് കേട്ടോ വഴിയിൽ. ഇത് മഴയൊക്കെ പെയ്തിട്ടിരിക്കുമോ. ഓ, വണ്ടി എടുത്തപ്പോ തന്നെ ഇത് കൈ നിൽക്കുന്നില്ലല്ലോ സാധനം. ഓ, രാജമാണിക്കത്തിലെ പോലെ തന്നെ പൊളപ്പനാണ് കേട്ടാ. ഇവൻ പുലിയാണ്, വണ്ടി പുലിയാണ് കേട്ടാ. മോനെ ഓക്കെ, നമുക്ക് ഇവനെ ഒന്ന് മാക്സിമം സ്പീഡ് എടുക്കാണ്ടൊന്ന് ശ്രമിച്ചു നോക്കാം. എത്ര വരെ കയറുമെന്ന് അറിയാലോ. 220 കഴിഞ്ഞു. ആ, പോട്ടെ. ഓ, വഴി കൈ കിട്ടുന്നില്ല കായ്. ഓ, ഒരു കിടുക്ക സാധനം തോന്നുന്നു. ആഹാ, എന്നാ ഇവനെ ഒന്ന് റേസ് ചെയ്ത് നോക്കാം, എന്താണെന്ന് അറിയാലോ. ഓ, അവനേതോ ഭയങ്കര ടീമാണ് കേട്ടോ. ഓ, ആഹാ, എല്ലാം ഇടിച്ച് ഉറപ്പിച്ച് അവൻ പിടിക്കാവനെ. നിക്കണം അവിടെ. എന്റെ പൊന്നോ, അവനാണെ ഉടുക്കത്തെ പോക്കും. എന്റെ പൊന്നു മുതലാളി, അവന്റെ പൊടി പോലും ഇല്ല. വെറുതെ വഴിയെ പോകാനാണ്. അവനെ ചൊറിഞ്ഞ് നമ്മൾ പണി പിടിച്ചെന്തോ. ഓ, അവൻ നമുക്ക് രാജതന്ത്രമാണ്. നമ്മുടെ ശിവഗാമി ദേവിയുടെ രാജതന്ത്രം. അവൻ ആ വഴി പോട്ടെ, നമുക്ക് ഈ വഴി പോവാം. ആഹാ, അത്രേ ഉള്ളൂ. നമ്മളോട് അവന്റെ കളിയുന്നു. നമ്മളൊരു രാജതന്ത്രം ഇറക്കി കഴിച്ചു. രാജതന്ത്രം ഇറക്കി നമ്മൾ വിജയിച്ചിരിക്കുന്നു. അവന്റെ അങ്ങ് പുറകിലെങ്ങാണ്ട് വരുന്നേ ഉള്ളൂ കേട്ടോ. നല്ലൊരു ഹൈവേ കിട്ടുകയാണെങ്കിൽ ഇച്ചോട് നല്ലൊരു സ്പീഡ് എടുക്കാറുണ്ട്. വഴിയാ എന്റെ പൊന്നേട്ടാ, എന്നോട് ക്ഷമിക്കണേ. ഏതോ ചേട്ടൻ ജോലിയൊക്കെ കഴിഞ്ഞ് വയ്യ വീട്ടിൽ പോവായിരുന്നു. അതിന്റെ പുറകിൽ കൊണ്ടുവന്ന് ഇടിച്ച് പുള്ളി പാവം. 2 വണ്ടി വന്നു. അവന്മാരുടെ മുമ്പിൽ ഒന്ന് ഷോറൊക്കെ അല്ലോ. നമുക്ക് വറ ഒരു ഹോണൊക്കെ അടിക്കട്ടോ. ആ, അത്രേ ഉള്ളൂ. നല്ല നക്ഷത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല നക്ഷത്രങ്ങളൊക്കെ ഉള്ള രാത്രിയാണ്. നല്ല മലനിരകളുടെ ഇടയിൽ കൂടെയൊക്കെയാ പോകുന്നതെന്ന് തോന്നുന്നു. നമ്മുടെ ഹൊറൈസൺ മാപ്പിലെ ഊട്ടി പോവാട്ടോ. നല്ല 2 സൈഡിലും മരങ്ങളൊക്കെ ആയിട്ട് നല്ല സുന്ദരമായ ഒരു വഴി. നമ്മുടെ ബെൻസുട്ടനാള് പുതിയാണ് കേട്ടോ. ഇതിപ്പോ റോ വണ്ടി ആയതുകൊണ്ട് ഒന്ന് നല്ല മോഡിഫൈ ഒക്കെ ചെയ്ത് ഒന്ന് ഷോപ്പിൽ കയറ്റിയൊക്കെ നല്ല ഇച്ചിരി കാശൊക്കെ മുടക്കി ട്യൂൺ ചെയ്തെടുത്തു കഴിഞ്ഞാൽ സാധനം പൊളിയാന്ന് തോന്നുന്നു. പിന്നെ ജർമ്മൻ അല്ലേ, നല്ല ബെൻസിന്റെ വണ്ടിയാണ്. നല്ല അയ്യോ, കണ്ടെത്തി കേറി കളിയാവൂ. എന്റെ പൊന്നെ, ഇടിച്ച് മണ്ട കയറി കേട്ടോ. വൻ നഷ്ടമാണ് എഴുതിയേക്കുന്നത്. മരം, എന്റെ ഭൂമിദേവി എന്നോട് ക്ഷമിക്കണേ. എന്റെ മോനെ, ആ വണ്ടിക്കാരൻ ഒതുക്കുന്നുണ്ടാക്കുന്നത് ഏതോ ഭ്രാന്തന്റെ വണ്ടിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇത് നോക്കിയാൽ നല്ല ഫയർ വർക്സ് ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ സൈഡില്. അതാണ് ആർപ്പറം നടക്കുന്നത്. നമ്മളെ വരുന്ന വഴി കുറച്ചൊരു ആക്സിഡന്റ് ഒക്കെ ഉണ്ടായി കേട്ടോ. നമുക്ക് ബോണറ്റെല്ലാം ചടങ്ങി. റോ വണ്ടിയാണ്, ട്യൂണൊന്നും ചെയ്തിട്ടില്ല. റോ വണ്ടിയാണ്.
വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഒന്ന് ട്യൂണൊക്കെ ചെയ്ത് റെഡിയാക്കണം. ഇങ്ങനെ നമ്മുടെ ബെൻസൂട്ടറിനെ റെഡിയാക്കേണ്ടതുണ്ട്. നമുക്ക് റോഡിലോട്ട് ഇറങ്ങാം. ഓ എന്താണ് എന്താണ് പുള്ളി ഡിമ്മും ബ്രൈറ്റൊക്കെ ഇട്ട് കാണിക്കുന്നു. പുള്ളി ആരുടെ ഏതാണെന്നൊക്കെ. നമ്മുടെ ഹൊറിസോണിൻ്റെ ബാജ ഫെസ്റ്റിവലിൻ്റെ അവിടെ എത്തി. നല്ല ആളും ആരവൊക്കെ ഉണ്ട്. ഓ ഇതിൻ്റെ അമ്മ. അപ്പോൾ അവൻ്റെ വണ്ടി അവൻ്റെ കൂടെ പോകാറുണ്ട്. അപ്പോൾ അവൻ നമ്മളായിട്ട് പോകാനുണ്ടോ. പെൻസൂട്ടർ ഇത് ഓൾട്ടറൊന്നും ചെയ്തിട്ടില്ല. റോ കിട്ടിയ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഇച്ചിരി ഹാൻഡിലിങ് ഇതെല്ലാം ഇച്ചിരി പാടാം. കൈ നിൽക്കുന്നില്ല. അതുകൊണ്ട് ഒന്ന് ട്യൂൺ ചെയ്തൊന്ന് സെറ്റാക്കി ഇറക്കിയ കുട്ടം പൊളിയാണ്. ഒയ്യോ ചെടി പോയി. എൻ്റെ ഭൂമിദേവി ക്ഷമിക്കണേ ദേവിയേ. സാധനം പൊളിയാണ്. C63 ആണ് സാധനം. കൂപ്പേ മോഡലാണ്. നല്ല നീറ്റ് വണ്ടിയാണ്. പക്ഷെ ഒന്ന് മോഡിഫൈ ഒക്കെ ചെയ്ത് സൗണ്ട് നോക്ക്. നല്ല ഫയർ വർക്സ് ഒക്കെ നടക്കുന്നുണ്ട് അവിടെ. ഹോട്ട് എയർ ബലൂണും ഫയർ വർക്സും. നല്ല രാത്രി ചില്ല് ചെയ്യാൻ പറ്റിയ ക്ലൈമറ്റും ആകാശത്തൊക്കെ നല്ല നക്ഷത്രങ്ങളൊക്കെ ആയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. 210-215 ടോപ്പ് സ്പീഡ് വന്നേക്കുന്നത്. അത്ര പറയില്ലേ, ട്യൂൺ ചെയ്യാത്തതുകൊണ്ട് ആ റോ ആയിട്ടുള്ളൊരു പവറാണ് നമുക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നല്ലൊരു ഹൈവേ കിട്ടുവാണെന്ന് ടോപ്പ് സ്പീഡ് നോക്കാം. അത്ര വരെ കയറുമെന്ന് അറിയാനായിട്ട്. നല്ല വഴിയാണ്. നല്ല ചെറിയ മലകൾ പോലത്തെ താഴ്വാരം. നോക്ക് വഴികൾ നോക്ക്. രണ്ട് മരങ്ങളുടെ ഇടയിൽ കൂടി നല്ല ഭംഗിയുള്ള വഴി. ബീറ്റിൽ പോലത്തെ വണ്ടി പോകുന്നു. ബീറ്റില് പോലത്തെ നല്ല ഇതന്നെയാണെന്ന് തോന്നുന്നു. നല്ല നക്ഷത്രങ്ങളൊക്കെ ഉണ്ട്. നല്ല അടിപൊളി വഴിയിലൂടെ 220 230 വളവ്. ആ 250 260 260 വരെ കയറിയാണ്. ഇങ്ങോട്ടൊന്ന് പോയി നോക്കാം എന്ത് സംഭവിക്കുന്നറിയാം. വഴിയുണ്ടോന്ന് എനിക്കറിയില്ല. പോയി എന്റെ പൊന്നോ. വണ്ടി ബ്രോണറ്റ് നോക്ക്. എന്റെ പൊള്ളി ഇടിച്ച് ആശായി നോക്ക്. അയ്യ കാട്ടിൽ നിറങ്ങി കൊണ്ടുപോകും. നല്ലൊരു ചാട്ടമായിരുന്നു. ട്രെയിൻ റേസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് ആ പോയ ട്രെയിന് നമുക്ക് പിടിക്കാമെന്ന് നോക്കാം. എവിടെ പോയിരുന്നു? അയ്യോ
പാലത്തിൽ കയറാൻ പറ്റും. ഈ പാളത്തിൽ കൂടെ പോയി നോക്കാം, ട്രെയിനെ കിട്ടുമെന്ന് അറിയാലോ. ആ പോലെ ട്രെയിനെതിരെ റേസിങ് അടിപൊളി മോൻ. ട്രെയിനെ കിട്ടോ ഇല്ലയോ നോക്കാം നമുക്ക്. ട്രെയിൻ അങ്ങ് പോയെന്ന് തോന്നുന്നു. കാണുന്ന പോലില്ല, എന്റെ കുടി പോലില്ല. പാലം വരുന്നു. താഴെ പോയി. അറിഞ്ഞു കഴിച്ചു. ഇതേ മേളിൽ നിന്ന് തന്നെ ഉണ്ട്. അയ്യോ, നമ്മുടെ വണ്ടി ഫുള്ള് പൊളിഞ്ഞ് നാശായി. നമ്മുടെ വണ്ടി ഫുള്ള് നശിച്ചു കേട്ടോ. നമുക്ക് ആ റോഡിൽ നിന്ന് സ്കിഡായി നേരെ വന്ന് ഇതിലോട്ട് വീണു. നമ്മുടെ ബെൻസൂട്ടന്റെ ഇനി ഇടിച്ചു പൊളിയാനൊന്നുമില്ലെന്ന് തോന്നുന്നു. ഫുള്ള് പെയിന്റ് ഇനി റീപെയിന്റ് ചെയ്യണം. ആകെ പണിയുണ്ട്. നമ്മൾ ഷോറൂമിൽ നിന്ന് ജസ്റ്റ് ഇറക്കി കൊണ്ടുവന്ന വണ്ടിയാണ്. ബേസ് റോ വണ്ടിയാണ്, ടൂണിങ് ഒന്നും ചെയ്തിട്ടില്ല. ആ വണ്ടിയാണ് ഇപ്പൊ ഇടിച്ച് മറിഞ്ഞത്. ഇവിടെ ഈ പുഴ കിടപ്പുണ്ട്. പുഴയല്ല, ഏതോ അരുവിയാണ്. അരുവി കിടക്കുവാണ് വണ്ടി. ഇനി ഇവിടെ നിന്ന് നമുക്ക് ഇവനെ കയറ്റി റോട്ടിലെത്തിക്കണം. ലെൻസൊക്കെ അരുവിയിലൂടെ കയറി പോകുന്നുണ്ടോ. കയറി പോകുന്ന വണ്ടി സ്റ്റക്കായി. അനങ്ങുന്നില്ല.